نويت الاعتكاف في هذا المسجد لله تعالى എന്ന നിയ്യത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പള്ളിയിലുള്ള ഈ ഒത്തുകൂടൽ ജല്ല ജലാലുവായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പക്കൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റകഅത്താനി ബിസിവാക്കിൻ അഫ്ളലു മിൻ 70 റകഅത്തിൻ ബിലാ സിവാക്ക്. മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള 2 റക്അത്ത് നിസ്കാരം, ബ്രഷ് ചെയ്തുകൊണ്ടുള്ള 2 റക്അത്ത് നിസ്കാരം, അത് ബ്രഷ് ചെയ്യാതെ മിസ്വാക്ക് ചെയ്യാതെയുള്ള 70 നിസ്കാരത്തെക്കാളും ശ്രേഷ്ഠമാണ്. മിസ്വാക്ക് ചെയ്യാതെ 70 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള 2 റക്അത്ത് നിസ്കാരം. അപ്പൊ മിസ്വാക്ക് ചെയ്യുക, ബ്രഷ് ചെയ്യുക എന്നുള്ളത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രധാനപ്പെട്ട സുന്നത്തായി നമുക്ക് നൽകിയതാണ്. ലൗലാ അന്ന ശുഖ്ഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസിവാക്കി ഇൻദ കുല്ലി വുദൂഇൻ ഇൻദ കുല്ലി സ്വലാത്തിൻ എന്ന റിപ്പോർട്ടുണ്ട്. എല്ലാ സമയത്തും, എല്ലാ വുദൂഇന്റെ സമയത്തും, വുദൂ എടുക്കുന്ന ഏതൊക്കെ സമയമുണ്ടോ ആ സമയങ്ങളിലൊക്കെ തന്നെ മിസ്വാക്ക് ചെയ്യുവാൻ, ബ്രഷ് ചെയ്യുവാൻ ഞാൻ എൻ്റെ ഉമ്മത്തിനോട് കൽപ്പിക്കുമായിരുന്നു, നിർബന്ധപൂർവം കൽപ്പിക്കുമായിരുന്നു. സുന്നത്തായ കൽപ്പനയുണ്ട്, നിർബന്ധപൂർവം ഞാൻ കൽപ്പിക്കുമായിരുന്നു. അത് അവരെ ബുദ്ധിമുട്ടാക്കുമെന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ കൽപ്പിക്കാത്തത്. അങ്ങനെ നിർബന്ധപൂർവം കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കാൻ പറ്റൂല. അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടായി പോകുമോ എന്ന് കരുതിയാണ് ഞാൻ നിർബന്ധപൂർവം കൽപ്പിക്കാത്തത് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി മിസ്വാക്കിന്റെ ശ്രേഷ്ഠത, ബ്രഷ് ചെയ്യുന്നതിന്റെ ശ്രേഷ്ഠത, ഓരോ വുദൂഇന്റെ അവസരത്തിലും ബ്രഷ് ചെയ്യുന്നതിന്റെ ശ്രേഷ്ഠത വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. വുദൂഇനെ സംബന്ധിച്ചിടത്തോളം വുദൂഇൽ നമ്മോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഖിബിലക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് വുദൂ ചെയ്യലാണ്. ഖിബിലക്ക് മുന്നിട്ട് വുദൂ ചെയ്യുക എന്നുള്ളത് ഒരു പ്രത്യേകമായ സുന്നത്താണ്. ഇരുന്നു കൊണ്ട് വുദൂ ചെയ്യുക എന്നുള്ളതും പ്രത്യേകമായ സുന്നത്താണ്. അങ്ങനെ ഖിബിലക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് വുദൂ ചെയ്യുമ്പോൾ ആദ്യമായി റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീനി വ അഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ എന്ന് പറഞ്ഞുകൊണ്ട് വുദൂയിലേക്ക് ആരംഭം കുറിക്കലാണ് വേണ്ടത്. നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായി റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ, ശൈത്താന്റെ സ്വാധീനങ്ങൾ എന്നിൽ ചെലുത്തുന്നതിൽ നിന്ന് ഞാൻ റബ്ബേ എന്നോട് കാവൽ ചോദിക്കുന്നു. നിസ്കരിക്കാൻ നിന്നാൽ പിശാചി എല്ലാ രൂപത്തിലും പലവിധ ദുർബോധനങ്ങളും മനസ്സിൽ കൊണ്ടുവന്ന് കഴിവിന്റെ പരമാവധി അള്ളാഹുവിനോട് നാം അടുക്കുന്നത് തടസ്സപ്പെടുത്താനുള്ള അവന്റെ എല്ലാ ശ്രമങ്ങളും അവൻ നടത്തും. ഒരേ സമയത്ത് കോടിക്കണക്കിന് മനുഷ്യന്മാരെ പഴിപ്പിക്കുവാനുള്ള കഴിവൊക്കെ അവനുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ നിൽക്കുന്നു, ആയിരക്കണക്കിന് ആൾക്കാർ വേറെ സ്ഥലത്ത് നിൽക്കുന്നു, അവരെയൊക്കെ പഴിപ്പിക്കുവാൻ അവന് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിസ്കാരത്തിലേക്ക് നിന്ന ഉടനെ ആദ്യം സഫ് ഒപ്പിച്ച് മടമ്പും കാലും ചുമലും റെഡിയാക്കി അല്പം മുന്നോട്ട് നിന്ന ഉടനെ തന്നെ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീനി വ അഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ എന്ന് പറയും. സുന്നത്താണ്. അങ്ങനെ പറഞ്ഞിട്ട് നിസ്കാരം തുടങ്ങണം. പറ്റുമെങ്കിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ആ സമയത്ത് ഓതണം. അങ്ങനെ ഓതിയിട്ട് പിശാചിൽ നിന്ന് കാവൽ ചോദിച്ചിട്ടാണ് നിസ്കാരത്തിലേക്ക് ആരംഭിക്കേണ്ടത്. അതേപോലെ തന്നെയാണ് വുദൂവിലും അതൊരു ഇബാദത്താണ്, പ്രധാനപ്പെട്ട ഇബാദത്താണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വുദൂ ചെയ്ത് കൊടുത്ത് ജിബ്രീൽ കാണിച്ചു കൊടുത്തതാണ്. അങ്ങനെ വെറുതെ പറഞ്ഞു കൊടുത്തതല്ല.
അത് കാണിച്ചു കൊടുത്തതാണ്. വുളൂ ചെയ്തുകൊണ്ട് ആദ്യം ഇന്നത് ചെയ്യണം, പിന്നീട് ഇന്നത് ചെയ്യണം. ഇങ്ങനെ വുളൂ ചെയ്തുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചു കൊടുക്കുമ്പോൾ നാം ചെയ്യുന്ന ഈ വുളൂവിന്റെ രൂപം, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കിട്ടിയതാണ്. അതാണ് നമ്മൾ ചെയ്യുന്ന രൂപം. അപ്പൊ അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, വുളൂ ചെയ്യാനൊക്കെ അല്പസമയം തന്നെ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം. പെട്ടെന്ന് ധൃതി പിടിച്ച് വുളൂ കൊടുക്കരുത്. പെട്ടെന്ന് ധൃതി പിടിച്ച് വുളൂ കൊടുക്കാതെ അതിനു വേണ്ടി കുറച്ച് സമയം തന്നെ ഉപയോഗപ്പെടുത്തിയിട്ട് എല്ലാ സുന്നത്തുകളും എടുത്തിട്ട് വുളൂ ചെയ്യുമ്പോൾ ശരീരത്തിനും അതോടുകൂടെ തന്നെ ഹൃദയത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശം നൽകുകയാണ്. അതിൽ പ്രകാശത്തിന് നിമിത്തമാണ്, വുളൂ ചെയ്യൽ പ്രകാശത്തിന് നിമിത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സുന്നത്തുകൾ ഖിബിലക്ക് മുന്നിട്ടാവുക, ഇരുന്നു കൊണ്ടാവുക. ചില മഹാന്മാരായ ആളുകളൊക്കെ അവരുടെ വീട്ടിൽ തന്നെ അതിനൊക്കെ സൗകര്യം ഉണ്ടാകും. വീട്ടിൽ ചെന്നാൽ കാണാൻ സാധിക്കും. വീട്ടില് കോലായിൽ തന്നെ, സിറ്റ് ഔട്ടിൽ തന്നെ അതിന് പ്രത്യേകമായ സൗകര്യം ഉണ്ടാകും. ഇരുന്നു കൊണ്ട് വുളൂ എടുക്കുവാനും അതോടുകൂടെ തന്നെ വുളൂ എടുക്കുന്ന പാത്രം ഇടത് ഭാഗത്ത് വെക്കാനും, വുളൂ എടുക്കുന്ന വ്യക്തിയുടെ ഇടത് ഭാഗത്താണ് അതിന്റെ പാത്രം വെക്കുക, ആ കിണ്ടി വെക്കുക. എന്നിട്ടിങ്ങനെ ചൊരിച്ചു എടുക്കാനൊക്കെ സൗകര്യം ചെയ്തിട്ടുണ്ടാവും വീട്ടിൽ. പള്ളിയിലൊന്നും ആ സൗകര്യം കിട്ടൂല. വീട്ടിൽ നിന്ന് വുളൂ എടുത്തിട്ട് പള്ളിയിലേക്ക് വരലാണ് ഏറ്റവും അഫ്ളൽ. വീട്ടിൽ നിന്ന് വുളൂ എടുത്തിട്ട് പള്ളിയിലേക്ക് വരലാണ് അഫ്ളൽ. അപ്പൊ അങ്ങനെ വുളൂ എടുക്കുമ്പോൾ ഈ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് എടുക്കുവാനുള്ള സൗകര്യം വീട്ടിൽ സംവിധാനിക്കും. വീട്ടിൽ അതിന് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ ഉപ്പ വാപ്പൊക്കെ അങ്ങനെയായിരുന്നു. അതിൻ്റെ എല്ലാ സുന്നത്തുകളും എടുത്തിട്ട് അവസാനം മിസ്വാക്ക് ഇടത്തെ ചെവിന്റെ മേലെ വെക്കും. മിസ്വാക്ക് ഇടത്തെ ചെവിന്റെ മേലെ വെക്കലും മഹാന്മാരായ സഹാബത്ത് ചെയ്തിരുന്നൊരു പതിവാണ്. വുളൂ ചെയ്തതിന് ശേഷം അവർ എഴുന്നേൽക്കുമ്പോൾ, വുളൂ ചെയ്ത് ഇരുന്നു കൊണ്ട് വുളൂ ചെയ്ത് എഴുന്നേൽക്കുമ്പോൾ ആ മിസ്വാക്ക് ഇവിടെ വെച്ചിട്ടുണ്ടാവും, ഇടത്തെ ചെവിന്റെ മേൽ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇടത്തെ ചെവിന്റെ മേൽ വെച്ചിട്ടാണ് അവര് പോകാറുള്ളത്. എത്രത്തോളം ഫുഖഹാവ് പറഞ്ഞു അങ്ങനെ ആ മിസ്വാക്ക് കുത്തനെ വെക്കണമെന്ന്. അതുവരെ സുന്നത്താണ്. ആ ബ്രഷ് ചെയ്യുന്ന സാധനം കുത്തനെ വെക്കണം. എന്തിനാണ് കുത്തനെ വെക്കുന്നത്? കുത്തനെ വെക്കുന്നത് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ചെരിച്ചു വെച്ചാൽ ഒരു പക്ഷേ അതിന്മ വല്ല ജന്തുക്കളോ അല്ലെങ്കിൽ വല്ല മണ്ണൊക്കെ ആയി അത് വൃത്തികേടാവും. അതുകൊണ്ടാണ് മിസ്വാക്ക് ഇങ്ങനെ കുത്തനെ വെക്കണം എന്ന് പറയുന്നത്. അങ്ങനെ കുത്തനെ വെക്കാനുള്ള സംവിധാനങ്ങളൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നു. അങ്ങനെ കുത്തനെ ഏതെങ്കിലും ജനലിന്റെ അവിടെയെങ്കിലൊക്കെ ഇങ്ങനെ കുത്തനെ ചെയ്തിട്ടുണ്ടാവും, വെച്ചിട്ടുണ്ടാവും മിസ്വാക്ക്. അതുവരെ നമ്മോട് കൽപ്പിക്കപ്പെട്ടു. മിസ്വാക്ക് ചെയ്താൽ അത് അങ്ങനെയാണ്, കുത്തനെയാണ് വെക്കേണ്ടത് എന്ന് വരെ കൽപ്പിക്കപ്പെട്ടു. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, തലയുടെ ചോട്ട് പാമ്പ് വന്നു, അതേപോലെ തന്നെ അങ്ങനെയൊക്കെ പലതും കേൾക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കാൻ ചെന്നാൽ വിരിപ്പൊക്കെ എടുത്ത് കൊട്ടും, എല്ലാം കൊട്ടും. അത് സുന്നത്താണ്. ഒന്നുമില്ലെങ്കിലും അത് സുന്നത്താണ്. ഒന്നുമില്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊന്ന് ആ പുതപ്പെടുക്കാൻ വേണ്ടി തിരിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ചിലപ്പോൾ അതിനുള്ള എഴുജന്തുക്കളും വരും. ഒരു സെക്കൻഡ് മതി എഴുജന്തുക്കൾക്ക് വരാൻ. അപ്പൊ അത് ആ വിരിപ്പുകൾ മുഴുവൻ തലയണി എടുത്തിട്ട് കൊട്ടും, വിരിപ്പെടുത്തിട്ട് കൊട്ടും. അങ്ങനെ മുഴുവനും കൊട്ടിയിട്ടാണ്, അത് സുന്നത്തായ കാര്യമാണ്. അങ്ങനെ കൊട്ടണം എന്നാണ്. കാരണം എഴുജന്തുക്കളും അതേപോലെ തന്നെ മറ്റു സാധനങ്ങളൊക്കെ അതിൽ വന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കിടക്കുള്ളൂ. ഇനി അഥവാ എടുത്തു കൊട്ടാൻ പറ്റാതിരുന്നാൽ, എടുത്തിട്ട് പുറത്തേക്ക് കൊട്ടാൻ പറ്റാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തുണി എടുത്തിട്ട് ഇങ്ങനെ കൊട്ടും. അങ്ങനെ കൊട്ടിയിട്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കാറുള്ളത്. വിരിപ്പിൽ കിടക്കാറുള്ളത് അങ്ങനെയാണ്. ഉള്ള വിരിപ്പിൽ അങ്ങനെയാണ് കിടക്കാറുള്ളത്. ഓരോന്ന് സംഭവിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ബോധവാന്മാരാകുന്നത്. എല്ലാ സംഗതികളും അവിടെ നിന്ന് നമ്മോട് പറഞ്ഞു തന്നതാണ്. എല്ലാം നിങ്ങൾ ഇന്നിന്റെ മാതിരിയൊക്കെ ചെയ്യണം, ഇന്നിന്റെ മാതിരിയൊക്കെ ചെയ്യണം എന്ന് എല്ലാ വിഷയത്തിലും നമ്മോട് പറഞ്ഞു തന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വുളൂ ചെയ്യുന്ന അവസരത്തിലുള്ള ഏറ്റവും ശ്രദ്ധമായ രൂപം ആ വുളൂവിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങനെ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീനി വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയും, അങ്ങനെ തുടങ്ങിയിട്ട് ആദ്യം വുളൂവിന്റെ
സുന്നത്ത് ഞാൻ നിർവഹിക്കുന്നു, ഉദുവിന്റെ സുന്നത്ത് ഞാൻ നിർവഹിക്കുന്നു എന്ന് മനസ്സിൽ കരുതിയ നാവ് കൊണ്ട് പറയരുത്. അതൊക്കെ 3 വട്ടം ചെയ്യൽ സുന്നത്താണ്. നിയ്യത്ത് വെക്കലും 3 വട്ടം ചെയ്യാം. അതേപോലെ തന്നെ അതിനുശേഷം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹി അല്ലദീ ജഅലൽ മാഅ തഹൂറ വൽ ഈമാന നൂറ. അത് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ കൂട്ടി പറയുന്ന സുന്നത്താണ്. അൽഹംദുലില്ലാഹി അല്ലദീ ജഅലൽ മാഅ തഹൂറ വൽ ഈമാന നൂറ എന്ന് പറഞ്ഞിട്ട് അവൻ മുൻകൈ കഴുകുക. ആ മുൻകൈ കഴുകി വായിൽ വെള്ളം കൊപ്പിളിക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ മിസ്വാക്കിനിക്ക് പ്രത്യേക നിയ്യത്ത് ചെയ്യേണ്ടതില്ല. അതല്ല, അവൻ കൈ കഴുകുന്നതിന്റെ മുമ്പ് മിസ്വാക്ക് ചെയ്യുകയാണെങ്കിൽ, കൈ കഴുകുന്നതിന്റെ മുമ്പാണ് മിസ്വാക്ക് ചെയ്യുന്നത്, അങ്ങനെയും ചെയ്യാവുന്നതാണ്. കൈ കഴുകുന്നതിന്റെ മുമ്പ് മിസ്വാക്ക് ചെയ്യുകയാണെങ്കിൽ, കാരണം വായിൽ വെള്ളം കൊപ്പിക്കുന്ന അവസരത്തിലാണ് മിസ്വാക്കിന്റെ സമയം വരുന്നത്. അപ്പൊ വായുവുമായി ബന്ധപ്പെട്ടത് അപ്പോഴാണല്ലോ. എന്നതിലേക്ക് വായിൽ വെള്ളം കൊപ്പിച്ചതിന് ശേഷം മിസ്വാക്ക് ചെയ്യുക. അല്ലെങ്കിൽ നേരത്തെ തന്നെ ഉളുവിനെ ആരംഭിക്കുന്നതിന്റെ മുമ്പ് തന്നെ മിസ്വാക്ക് ചെയ്യുമ്പോൾ അപ്പൊ വരെ നിയ്യത്ത് ചെയ്യണം. ഉളുവിന്റെ സുന്നത്തിൽ ഞാൻ മുട്ടുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ നിയ്യത്ത് ചെയ്യണം. രണ്ടാമത്തെ സമയത്ത് ആരംഭത്തിലോ അല്ലെങ്കിൽ കൈ കഴുകി വായിൽ വെള്ളം കൊപ്പിക്കുന്ന അവസരത്തിലോ അവൻ മിസ്വാക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട വിഷയം, ഈ സുന്നത്തുകളൊക്കെ തന്നെ ഉദാഹരണമായിട്ട് നിയ്യത്ത് 3 വട്ടം ചെയ്യുക, ആ സുന്നത്തായ നിയ്യത്ത്. പിന്നെ മുഖം കഴുകുന്ന അവസരത്തിൽ ഫർദായ നിയ്യത്ത് വേറെ ചെയ്യണം. ഒന്നുവിന്റെ ഫർദിനെ ഞാൻ മുട്ടുന്നു, ഒന്നുവിന്റെ ഫർദിനെ ഞാൻ നിർവഹിക്കുന്നു എന്നുള്ള ഫർദായ നിയ്യത്ത് പിന്നെ മുഖം കഴുകുന്ന അവസരത്തിൽ പിന്നെ ചെയ്യണം. കൈ കഴുകുന്ന അവസരത്തിൽ അതിന്റെ മുമ്പ് ഈ രൂപത്തിൽ സുന്നത്താണ്. 3 വട്ടം തന്നെ പറയൽ സുന്നത്താണ്. നിയ്യത്ത് നാവ് കൊണ്ട് 3 വട്ടം ഉച്ചരിക്കൽ സുന്നത്താണ്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നതും 3 വട്ടം പറയൽ സുന്നത്താണ്. അൽഹംദുലില്ലാഹി അല്ലദീ ജഅലൽ മാഅ തഹൂറ വൽ ഈമാന നൂറ അതും 3 വട്ടം പറയൽ സുന്നത്താണ്. ഇതൊക്കെ 3 വട്ടം. 1 വട്ടം പറഞ്ഞാൽ ആ 1 വട്ടം പറഞ്ഞതിന്റെ കൂലി കിട്ടും. 3 വട്ടം പറയലാണ് അതിന്റെ പരിപൂർണമായ രൂപം. 3 വട്ടം പറയലാണ്. ഇങ്ങനെ വുളൂ ചെയ്യലാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. മിസ്വാക്ക് ചെയ്യുമ്പോൾ അത് ഏറ്റവും നല്ലത് അറാക്ക് കൊണ്ട് മിസ്വാക്ക് ചെയ്യലാണ്. അറാക്ക് കൊണ്ട് മിസ്വാക്ക് ചെയ്യുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹാദാ സിവാക്കി വസിവാക്കുൽ അംബിയാഇ മിൻ ഖബ്ലി വഇന്നഹു മിൻ ഷജറത്തിൻ മുബാറക എന്ന് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു. ഇത് എന്റെ മിസ്വാക്കാണ്. അറാക്ക് എടുത്തിട്ട് കാണിച്ചിട്ട് പറഞ്ഞു, എന്താണ് ആ പറഞ്ഞ വാക്കിന്റെ ഒക്കെ ഒരു ഖന എത്രയാണ്, ഇത് എന്റെ മിസ്വാക്കാണ്. പിന്നെ പറഞ്ഞത് വസിവാക്കുൽ അംബിയാഇ മിൻ ഖബ്ലി, എന്റെ മുമ്പുള്ള അമ്പിയാക്കന്മാരൊക്കെ ചെയ്ത മിസ്വാക്കാണിത് എന്ന് പറഞ്ഞാൽ ഈ അറാക്ക് കൊണ്ടാണ് അവരൊക്കെ മിസ്വാക്ക് ചെയ്തത്. ഞാനും എന്റെ മുമ്പുള്ള അമ്പിയാക്കന്മാർ ആദ്യമായി മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് മിസ്വാക്ക് ചെയ്തത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതേപോലെ തന്നെ ഷീസ് ഇദ്രീസ് നബി തുടങ്ങിയ ആൾക്കാരൊക്കെ ഇബ്രാഹിം നബിന്റെ മുമ്പാണ്. അവരാരും മിസ്വാക്ക് ചെയ്തിട്ടില്ല. അവരോട് മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടാണ് അള്ളാഹു മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചതും. ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന എന്ന ആ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് അള്ളാഹു സംസ്കാരമൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. അതിന്റെ മുമ്പുള്ള മനുഷ്യന്മാർക്ക് ഈ രൂപത്തിലുള്ള സംസ്കാരം അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. മനുഷ്യന്മാർക്ക് സംസ്കാരം പഠിപ്പിച്ചത് കൊടുത്തതൊക്കെ അള്ളാഹുവാണ്. പ്രവാചകന്മാര് മുഖേന അള്ളാഹുവാണ് പഠിപ്പിച്ചു കൊടുത്തത്. ഇബ്രാഹിം നബിയെ റബ്ബ് പരീക്ഷിച്ച സമയത്തെ നബിയെ തങ്ങൾ ഓർക്കണം. ബി കലിമാത്തിൻ, ധാരാളം നിർദ്ദേശങ്ങൾ ഇബ്രാഹിം നബിക്ക് കൊടുത്തു. ആ നിർദ്ദേശങ്ങൾ ഇങ്ങനെ കിതാബിൽ നോക്കുമ്പോൾ അള്ളാഹു നിർദ്ദേശം കൊടുത്തിട്ട് ഇബ്രാഹിം നബിയെ പരീക്ഷിച്ചത് ആ നിർദ്ദേശം എന്തായിരുന്നു? ആ നിർദ്ദേശത്തിൽപ്പെട്ട ഒന്നാണ് മീശ വെട്ടാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അതുവരെയുള്ള മനുഷ്യന്മാർ, ഇബ്രാഹിം നബി വരേക്കുമുള്ള മനുഷ്യന്മാർ മീശ വെട്ടിയിരുന്നില്ല.
അതേപോലെ തന്നെ താടി വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞു, ത്വക്ക് രോമം കളയാൻ വേണ്ടി പറഞ്ഞു, ഗുഹ്യരോമം കളയാൻ വേണ്ടി പറഞ്ഞു. ഇതൊന്നും അതിന്റെ മുമ്പുള്ള ആൾക്കാർ ചെയ്തിരുന്നില്ല. അതൊക്കെ വലിയ പണിയുള്ള കാര്യമായിരുന്നു അന്ന്. കാരണം ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ബ്ലേഡോ കത്രികയോ അല്ലെങ്കിൽ മൂർച്ചയുള്ള മറ്റു ആയുധങ്ങളോ ഇല്ലാത്ത കാലാണ്. അതൊന്നും ഇല്ല. അപ്പൊ പിന്നെ കല്ല് മൂർച്ച കൂട്ടിയിട്ട് ആ കല്ല് കൊണ്ടിട്ടായിരുന്നു ഈ രോമങ്ങളൊക്കെ കളഞ്ഞിരുന്നത്. കല്ല് മൂർച്ച കൂട്ടിയിട്ട്. അപ്പൊ വേദന ഉണ്ടാവില്ല. കല്ല് മൂർച്ച കൂട്ടിയിട്ട്. നിങ്ങൾക്ക് അറിയോന്നറിയില്ല, ചെറുപ്പത്തിൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് വാപ്പാര് നഖം മുറിക്കുന്നത് ചെറിയ പിച്ചാത്തി ഉണ്ടാവും. അതിന് പേരെന്താണ്? പിച്ചാത്തി. ഇപ്പൊ പിച്ചാത്തി എന്ന് പറഞ്ഞാൽ കുട്ടികൾ പേടിച്ചു, എന്താ ഈ സാധനം, അതറിയില്ല, അതിന്റെ പേരെന്നറിയില്ല. പിച്ചാത്തി എന്ന് പറഞ്ഞാൽ ചെറിയ കത്തിക്കാണ് നമ്മൾ അങ്ങനെ പേര് പറഞ്ഞിരുന്നത്. ആ കത്തി കൊണ്ട് ഇങ്ങനെ ഒരു കുഴപ്പം വരാതെ നഖം ഇങ്ങനെ മുറിക്കൂലല്ലേ വാപ്പാര് മുറിക്കും. ഞാൻ കണ്ടു, ഞാനും മുറിച്ചിങ്ങനെ ചെറുപ്പത്തിലൊക്കെ. ഇപ്പൊ ആരെങ്കിലും അങ്ങനെ നഖം മുറിച്ചിട്ടുണ്ടെങ്കിൽ ആകെ കയ്യൊക്കെ ആകെ മുറിഞ്ഞിട്ടുണ്ടാവും. ആ കട്ടർ വന്നതിന് ശേഷം പിന്നെ നമുക്ക് അതല്ലാതെ പറ്റൂല. അതല്ലാതെ നമുക്ക് നഖം മുറിക്കാൻ കഴിയില്ല. കട്ടർ കൊണ്ടല്ലാതെ നഖം മുറിക്കാൻ കഴിയില്ല. അതിന്റെ മുമ്പ് നമ്മൾ മുറിച്ചിരുന്നത് അങ്ങനെയാണ്, ഈ കത്തി കൊണ്ടാണ്. അമ്മമാരൊക്കെ കുട്ടികൾക്ക് നഖം മുറിച്ച് കൊടുത്തിരുന്നത് ഈ കത്തി കൊണ്ടാണ്. ചെറിയ കത്തി ഉണ്ടാവും. ആ കത്തിക്ക് വായ നല്ല പിന്നെ മുറിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വായ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ മുറിച്ചു കൊടുക്കും. അതിൻ്റെ ഒക്കെ പണി എത്ര ഉണ്ട്. ഇപ്പൊ വല്ല പണിയുണ്ട് അതിനൊക്കെ? എനിക്കത്ര പണി ഉണ്ടായിരുന്നു. പറഞ്ഞു വരുന്നത്, ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോ എങ്ങനെയാണ് കത്തി കൊണ്ട് നഖം മുറിക്കാന്ന് തോന്നിപ്പോവും, എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുകയെന്ന് തോന്നിപ്പോവും. എങ്കിൽ ഇതേമാതിരി തന്നെ കല്ല് മൂർച്ച കൂട്ടിയിട്ട് കിതാബിലൊക്കെ കാണാം. കാരണം ഈ ത്വക്കുരോമം കളയുക, മീശ വെട്ടുക, ഇതൊക്കെ പോയി ഒരു പരീക്ഷണാണോ? ഇതൊക്കെ ഒരു വലിയൊരു പരീക്ഷണമാണ്. ഇതിനെ സംബന്ധിച്ചാണ് ഇബ്രാഹിമിനെ നമ്മൾ പരീക്ഷിച്ചു ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ എന്ന് പറഞ്ഞ് ഇതിനെ സംബന്ധിച്ചൊക്കെയാണ്. ഇതൊക്കെ ഒരു പരീക്ഷണാണോ? അതിനാണ് ഫുഖഹാ മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞത് അത് പരീക്ഷണാണ്. കാരണം ഇബ്രാഹിം നബിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രയാസമാണ്. ഈ മൂർച്ചുള്ള കല്ല് മൂർച്ച കൂട്ടിയിട്ട് ഇതൊക്കെ വെട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അപ്പൊ അങ്ങനെ മീശൊക്കെ അങ്ങനെ വളർത്തി, ത്വക്കുരോമങ്ങളൊക്കെ ഇങ്ങനെ വളർത്തി അങ്ങനെ ജീവിച്ചിരുന്നവരായിരുന്നു അതുവരെയുള്ള മനുഷ്യന്മാർ. അപ്പൊ അവർക്ക് ഒരു മാറ്റം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെയാണ്, ഈ കോലത്തിലാണ്. 40 ദിവസത്തിൽ ഒരിക്കൽ രോമങ്ങൾ ഒഴിവാക്കണമെന്നാണ്. കക്ഷത്തിന്റെയും ഗുഹ്യഭാഗത്തുള്ള രോമങ്ങൾ 40 ദിവസത്തിൽ ഒരിക്കൽ അത് ഒഴിവാക്കണം എന്നാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ രൂപത്തിലാണ്. എല്ലാ വ്യാഴാഴ്ച വൈകുന്നേരമോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെയോ ആയിക്കൊണ്ടിട്ട് നഖം മുറിക്കണം. നഖം മുറിക്കാൻ ഏറ്റവും അഫ്ദലായ സമയം, ഏറ്റവും ശ്രേഷ്ഠമായ സമയം വ്യാഴാഴ്ച അസറിന് ശേഷമാണ്. ഒരാൾ സ്ഥിരമായി വ്യാഴാഴ്ച അസറിന് ശേഷം നഖം മുറിക്കുകയാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യം വരൂല, ദാരിദ്ര്യമില്ലാതെയാകും. ദാരിദ്ര്യമില്ലാതെയാകാനുള്ള ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ധാരാളം കാര്യങ്ങൾ ദാരിദ്ര്യമില്ലാതാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു ദാരിദ്ര്യം ഇല്ലാതാകാനുള്ള ഒരു കാരണമാണ് ഭക്ഷണത്തിന്റെ വറ്റുകൾ അത് പുറത്തു പോയാൽ അത് പെറുക്കിയെടുത്തിട്ട് അത് കഴുകിയിട്ട് തിന്നണം. ഭക്ഷണം എടുക്കുമ്പോൾ ട്രേയിൽ നിന്ന് എടുക്കുന്ന അവസരത്തിൽ കോരി കൊണ്ട് ട്രേയിൽ നിന്ന് ഭക്ഷണം എടുക്കുമ്പോൾ അത് പോയിട്ടുണ്ടെങ്കിൽ അത് പെറുക്കിയെടുക്കണം. അത് പെറുക്കിയെടുക്കുമ്പോൾ അവിടെ ആ ടേബിളുമല്ലോ അല്ലെങ്കിൽ സുപ്രയിലോ അതിന്റെ ആ ഭക്ഷണത്തിൽ പറ്റിപ്പിടിക്കുന്ന പൊടികളോ മറ്റോ ഉണ്ടെങ്കിൽ അത് പോയിട്ട് പിന്നെ കഴുകണം. അത് കഴുകിയിട്ട് ഒരു വറ്റു പോലും അവിടെ പിശാചിന് വേണ്ടി ഒഴിവാക്കരുത്. അങ്ങനെയാ റസൂലുള്ള പറഞ്ഞത്. അവിടെ ഒരു വറ്റു ഒഴിവാക്കിയാൽ അത് പിശാച് തിന്നുപോകും. അപ്പൊ ഒരു വറ്റു പോലും പിശാചിന് ഒഴിവാക്കരുത്, ഒരു വറ്റു പോലും അവിടെ ഒഴിവാക്കി വെക്കരുത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൂടെ ഇരുന്നിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. മോനെ ജി ബിസ്മി ചൊല്ലിയോ, അത് നല്ലൊരു ബർക്കത്താണ്, സ്നേഹമുണ്ടാകാൻ നിമിത്തമാണ്. എന്നോട് ഒരാള് പറഞ്ഞു, ഉസ്താദെ ബാപ്പ ഞങ്ങളൊന്നും കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കലില്ല, അങ്ങനൊന്നും കഴിക്കലില്ല. ബാപ്പ അങ്ങനെ ഭക്ഷണം കഴിക്കും, ഞങ്ങൾ വേറെ കഴിക്കും. അങ്ങനെ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ സംസാരിക്കുക. ഭക്ഷണം വായിലുള്ളപ്പോൾ സംസാരിക്കാൻ പാടില്ല എന്നുള്ളൂ. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കണം എന്നാണ്. വായിലുണ്ടാകുമ്പോൾ സംസാരിക്കരുത്. വായിലുണ്ടാകുമ്പോൾ സംസാരിക്കാൻ പാടില്ല. വായിലുണ്ടായിക്കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാരുടെ മേത്തേക്കൊക്കെ തെറിക്കും, ഓൽക്കത് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഭക്ഷണം വായിലുണ്ടാകുമ്പോൾ സംസാരിക്കരുത്. എന്നല്ലാതെ ഭക്ഷണം കഴിക്കുമ്പോൾ ടേബിളിൽ നോക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല. നല്ല വർത്തമാനങ്ങൾ പറയണമെന്നാണ്. വെറുപ്പുള്ള ഈ ഭക്ഷണത്തോട് വെറുപ്പും അതേപോലത്തെ അങ്ങനൊക്കെ ഉണ്ടാകുന്ന വർത്തമാനങ്ങൾ, കാഷ്ടത്തെ പറ്റി കക്കൂസിനെ പറ്റി അങ്ങനെയുള്ള വെറുപ്പുണ്ടാക്കുന്ന വർത്തമാനങ്ങളൊന്നും പറയാതെ സന്തോഷകരമായ വർത്തമാനങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ പറയണം. മോളോട് മകനോടൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ എൻ്റെ സ്കൂളത്തെ വർത്താനം,
സ്കൂളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ എവിടുന്ന കഴിക്കല്, അങ്ങനെ കഴിച്ചിട്ട് എവിടുന്ന പാത്രം കഴുകൽ എവിടുന്നാണ്, അങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ അവരോട് ചോദിക്കാൻ പറ്റുന്നതൊക്കെ അവരോട് ചോദിക്കണം. കുട്ടികളോട് ചോദിക്കാൻ പറ്റുന്നത് കുട്ടികളോട് ചോദിക്കണം, പേരക്കുട്ടികളോട് ചോദിക്കാൻ പറ്റുന്നത് പേരക്കുട്ടികളോട് ചോദിക്കണം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഭാര്യയോട് ചോദിക്കേണ്ടത് ഭാര്യയോട് ചോദിക്കും, അവരോട് സംസാരിക്കേണ്ട രൂപത്തിൽ അവരോട് സംസാരിക്കും, അയൽവാസികളോട് സംസാരിക്കേണ്ട രൂപത്തിൽ അങ്ങനെ സംസാരിക്കും. ഇങ്ങനെയൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളെ അങ്ങനെ അകറ്റി നിർത്താറൊന്നുമില്ല. വേറെ കുട്ടികളൊക്കെ മടിയിൽ വെക്കും, അവരെ തലയിൽ കൈ വെക്കും, അവർക്ക് ഭക്ഷണം വായിൽ കൊടുക്കും. ഇതൊക്കെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മോടും കൽപ്പിക്കപ്പെട്ടതാണ്. അങ്ങനെ കുട്ടികളൊക്കെ ഇരുത്തിട്ട് എന്താ ബിസ്മി ചൊല്ലു, ഞാൻ കേട്ടില്ലല്ലോ ബിസ്മി അല്ലേത്, അജ്ജന്ത ബിസ്മി അല്ലാത്ത അങ്ങനല്ലേ ചോദിക്കുക, ഞാൻ കേട്ടില്ലല്ലോ ഇപ്പൊ ബിസ്മി അല്ലേത്, എന്റെ ബിസ്മി ഒന്ന് കേൾക്കട്ടെ, അങ്ങനെയാണ് പറയാ. അപ്പൊ ആ കുട്ടിക്കും സന്തോഷമായി. അപ്പൊ ആ കുട്ടിയോട് നല്ല രൂപത്തിലായി. ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ പറഞ്ഞപ്പോ ഞാൻ കേട്ടില്ലല്ലോ, ഇപ്പൊ എപ്പോഴേ അൽഹംദുലില്ലാ പറഞ്ഞത് ഞാൻ കേട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അത് ശീലിക്കും, കുട്ടികൾക്ക് അത് ശീലമാകും. അതോടുകൂടെ തന്നെ എന്തെങ്കിലും വറ്റൊന്ന് പെറുക്കിയെടുത്ത, അല്ലെങ്കിൽ നമ്മൾ തന്നെ പെറുക്കിയെടുത്ത് കാണിച്ചു കൊടുക്കുക. നമ്മൾ തന്നെ പെറുക്കിയെടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് മനസ്സിലാവും, അവർക്ക് നല്ല വണ്ണം മനസ്സിലാവും. ഓല അങ്ങനെ ചെയ്യും. അപ്പൊ വാപ്പ പിന്നെ ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ ഇപ്പൊ ആ വറ്റൊക്കെ പെറുക്കണ ഞാൻ കണ്ടതല്ലേ, ഞാൻ കണ്ടുകണല്ലോ. ഞാൻ അപ്പാൻ്റെ ഒപ്പം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന അവസരത്തിൽ വറ്റൊക്കെ പെറുക്കിയത് ഞാൻ കണ്ടുകണല്ലോ. അങ്ങനെയാണ് ഭക്ഷണം അത് പെറുക്കിയെടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ ശരിക്കും ഒരു വറ്റുപോലും പിശാചിന് വേണ്ടി എന്നാ റസൂലുള്ളാഹി പറഞ്ഞത്. ആ സുപ്രയിൽ ആ ഡൈനിങ് ടേബിൾ ആ ഭക്ഷണം അങ്ങനെയാക്കിയാൽ അത് പിശാചിന് വേണ്ടി ബാക്കി വെക്കലായി. അതോടുകൂടെ തന്നെ കരിവേപ്പില പോലത്തതൊക്കെ അത് അതിന്റെ മുകളിലുള്ള ചാറൊക്കെ ഒയിമ്പിട്ട് അത് അങ്ങനെയാണ് ആ കറിവേപ്പില പുറന്തള്ളേണ്ടത്. ഓരോ സാധനവും അങ്ങനെയാണ് പുറന്തള്ളേണ്ടത്. മീന് മുള്ളുമെന്നൊക്കെ മീനിന്റെ ആ ഇറച്ചികളൊക്കെ അത് തിന്ന് കാണിച്ചു കൊടുക്കണം നമ്മൾ കുട്ടികൾക്ക്. അങ്ങനെയാണത് ഭക്ഷിക്കേണ്ടത്. ജല്ലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴാണ് ഇതൊക്കെ നിർത്തിവെക്കുക എന്നൊന്നും പറയാൻ സാധ്യമല്ല. സുലഭത, എല്ലാത്തിൻ്റെയും സുലഭമായ വരവുകളൊക്കെ ജല്ലാലുവായ അല്ലാഹു നിർത്തൽ ചെയ്താൽ നമ്മൾ കുടുങ്ങിപ്പോകും. അതുകൊണ്ട് തന്നെ ഭക്ഷണം തരുന്നവൻ അല്ലാഹുവാണ്. ഇന്നല്ലാഹു ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ ഫസ്അലു ഇൻദല്ലാഹി റിസ്ഖ. അല്ലാഹുവാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് എന്നൊരു ബോധം നിങ്ങൾക്ക് വേണം. ജല്ലാലുവായ അല്ലാഹുവാണ് ഭക്ഷണം തരുന്നത്. അതുകൊണ്ട് അല്ലാഹുവിനോട് നിങ്ങൾ റിസ്ഖ് വിശാലമായി കിട്ടുവാൻ, ഭക്ഷണത്തിന് ഒരു മുട്ടുമില്ലാതെ വിശാലമായി കിട്ടുവാൻ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന എന്നതിൽ അതൊക്കെ പെട്ടുപോയി. അതുപോലെ തന്നെ അല്ലാഹുമ്മ ർസുഖ്നാ ഹലാലൻ ത്വയ്യിബൻ, നല്ല ഭക്ഷണം ഹലാലായ ഭക്ഷണം ഞങ്ങൾക്ക് തരണമേ എന്ന് അല്ലാഹുവിനോട് ദുആക്കാൻ വേണ്ടി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഓരോ അവസരത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ. കിടക്കുന്ന അവസരത്തിൽ എഴുന്നേറ്റാൽ എന്താണ് ചെയ്യേണ്ടത്? അല്ലാഹുമ്മ അഹ്യാനി അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേൽക്കേണ്ടത്. അവിടെയും അൽഹംദുലില്ലാ എന്ന് പറയണം. അൽഹംദുലില്ലാ എന്നാണ്, അങ്ങനെയാണ് തുടങ്ങേണ്ടത്. ആ ഉറക്കിൽ നിന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഒരു അൽഹംദുലില്ലാ. കാരണം 4-5 മണിക്കൂർ കണ്ടിന്യൂ ആയി ഉറങ്ങാൻ സുബ്ഹാനല്ലാഹ് എന്ത് ഒരു മഹാഭാഗ്യമാണ് അള്ളാഹു തന്നത്. ആ 5 മണിക്കൂർ നീണ്ട ഉറക്കം, അല്ലെങ്കിൽ 4 മണിക്കൂർ നീണ്ട ഉറക്കം, ആ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ എന്തൊരു റാഹത്ത്, എന്തൊരു സന്തോഷം, മനസ്സിൽ എന്തൊരു കുളിർമ. ആ ഉറങ്ങുന്ന അവസരത്തിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പോയി. അൽഹംദുലില്ലാഹ്. അപ്പൊ ഒരു മുഅ്മിനായ മനുഷ്യൻ അപ്പൊ പറയും അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി. അങ്ങനെ എല്ലാം കൂടി പറയാൻ ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാലോ. അത് അറിയാത്ത ആൾക്കാരൊന്നും ഇല്ലല്ലോ. അൽഹംദുലില്ലാഹ് എന്നെങ്കിലും പറയാലോ. അൽഹംദുലില്ലാഹ്. പടച്ചോനെ ഉറക്ക് തന്നില്ലെങ്കിൽ എന്താ കാട്ടുക? ഉറക്കിനുള്ള ഗുളിക കഴിച്ചിട്ട് അതൊരു ഉറക്കല്ല, അതൊരു മയക്കാണ്. ഉറക്കിന്റെ ഗുളിക ആ ഗുളിക എന്നത് തളർത്തലാണ്. അതിന്റെ ഡോസ് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റ് പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ് ഈ സുഖമായിട്ടുള്ള സുഖനിദ്ര. സുഖനിദ്ര എന്നത് ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്താറുണ്ട്. 4 മണിക്കൂർ തുടർച്ചയായുള്ള ഉറക്കമാണ്. 4 മണിക്കൂറായ തുടർച്ചയായിട്ട് 4 മണിക്കൂർ ഉറക്കം കിട്ടിയാൽ അതാണ് സുഖനിദ്ര എന്ന് പറയുന്നത്. അതേപോലെ സുഖശോധന എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ ഉടനെ ഒന്ന് മറക്കിരിക്കാൻ കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടാണ് ആയുർവേദിക്കിൽ സുഖശോധന എന്ന് പറയുന്നത്.
ഞാൻ പറഞ്ഞു വരുന്നത് അൽഹംദുലില്ലാഹ് അല്ലാഹു ചെയ്ത വലിയ വലിയ അനുഗ്രഹങ്ങളാണ് നമുക്കതൊക്കെ. നമ്മൾ അങ്ങോട്ട് തിരിയുന്നു, ഇങ്ങോട്ട് മറിയുന്നു, എന്നിട്ടൊന്നും നമ്മൾ ഉണരുന്നില്ല. അങ്ങോട്ട് അതൊക്കെ അള്ളാഹു നമ്മളെ അങ്ങനെ ഒരേ പൊസിഷനിൽ കിടന്നു കഴിഞ്ഞാൽ മസിലിനൊക്കെ വേദന വരും. അപ്പോ അങ്ങനൊന്നും ഇല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നു, കാലങ്ങട് വെക്കണം, ഇങ്ങനെ വയ്ക്കണം, എന്നിട്ടൊന്നും നമ്മൾ ഉണരുന്നില്ല. ഒരാള് തൊട്ടടുത്ത് കിടക്കുന്ന ഒരാളെ വീക്ഷിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ തന്നെയാണ് നമ്മളും ഉണ്ടാവുക. തൊട്ടടുത്ത് കിടക്കുന്ന ഒരാളെ അനങ്ങുന്നു, അതേമാതിരി നമ്മളും അനങ്ങുന്നുണ്ടാകും. സുബ്ഹാന ജല്ല ജലാലുഹു റഹ്മാനുർ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ഈ അനുഗ്രഹം വജഅൽനാ നൗമക്കും സുബാത, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ എഴുന്നേറ്റ ഉടനെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എഴുന്നേൽക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആലു ഇംറാനിലെ 10 ആയത്തുകൾ ഓതാറുണ്ടെന്ന് ഞാൻ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്താറുണ്ട്. അത് നമുക്കും അത് ഓതാവുന്നതാണ്. അതിന്റെ ശൈലികളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഓരോ വുളുവിന്റെ അവസരത്തിലും മിസ്വാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഹദാ സിവാക്കി, ഇത് എന്റെ മിസ്വാക്കാണ്. വസിവാക്കുൽ അംബിയാഇ മിൻ ഖബ്ലി, എന്റെ മുമ്പുള്ള അമ്പിയാക്കന്മാർ മുഴുവനും ചെയ്തതാണ് ഈ മിസ്വാക്ക്. അപ്പൊ ഏറ്റവും നല്ലത് അറാക്ക് കൊണ്ട് മിസ്വാക്ക് ചെയ്യലാണ്. അങ്ങനെയാണ് അമ്പിയാക്കന്മാര് മുഴുവൻ, ഇബ്രാഹിം നബി തൊട്ടുള്ള എല്ലാ അമ്പിയാക്കന്മാരും അത് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ അതിനുവേണ്ടി ഉപയോഗിച്ചതും അറാക്കായിരുന്നു. അറാക്കില്ലെങ്കിൽ അതുപോലെയുള്ള വാസനയുള്ള സൈത്തൂൻ പറഞ്ഞിട്ടുണ്ട്. ഒത്തീനി വസൈത്തൂനി, സൈത്തൂൻ, ആ സൈത്തൂന്റെ ചെറിയ മരം, അത്ര വലിയ ഫലസ്തീനിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് സൈത്തൂൻ കായ, അതൊക്കെ കൈ കൊണ്ടിട്ട് തന്നെ പറിക്കാൻ പറ്റുന്ന ഉയരെ അതിനുള്ളൂ. ഇനി വലുതാണെങ്കിൽ ചെറിയ കോണി വെക്കേണ്ടി വരുന്നു മാത്രം. എന്നിരുന്നാലും മനോഹരമായ തൈയാണ് സൈത്തൂൻ്റെത്. കാണാൻ നല്ല രസമാണ്. ചെറിയ ഇലയാണ്, മുറ്റി നിൽക്കുന്ന രൂപമാണ്. ഇങ്ങനെ വളരെ പടർന്ന് പന്തരിച്ച് മാവ് പോലെയോ പ്ലാവ് പോലെയോ അങ്ങനെയൊന്നുമല്ല. വളരെ മനോഹരമായ ഒരു ചെടിയുടെ രൂപത്തിലാണ് സൈത്തൂനുള്ളത്. നല്ല രസമാണ് അത് കാണാൻ. അത് വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത്. പരിസരമൊക്കെ നല്ല പോലെ വൃത്തിയായി അതിന്റെ ഇടയിലൊക്കെ പോയി ഇരിക്കാനും അവിടെ വിശ്രമിക്കാനൊക്കെ പറ്റുന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൈത്തൂനെ സംവിധാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഒത്തീനി വസ്സൈത്തൂനി എന്ന് ഖുർആനിൽ വ്യക്തമായി അല്ലാഹു പറഞ്ഞതല്ലേ. അത്തിപ്പഴത്തിനെ പറ്റിയും സൈത്തൂനെ പറ്റിയും അല്ലാഹു ഖുർആനിൽ പറഞ്ഞതല്ലേ. അങ്ങനെ ആ സൈത്തൂന്റെ ആ കഷ്ണവും അതിന്റെ ആ കൊമ്പും എടുത്തിട്ട് മിസ്വാക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വാസനയുള്ളത് കൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏത് മരക്കഷ്ണം കൊണ്ടും. പക്ഷെ ഈർപ്പമുള്ളതാവലാണ് സുന്നത്ത്. ഈർപ്പമില്ലാത്ത ഇരുമ്പ് കൊണ്ട്, അത് ഇരുമ്പിന്റെ അംശമുള്ള അല്ലെങ്കിൽ ചെമ്പ് അല്ലെങ്കിൽ അലുമിനിയം പോലത്തതൊക്കെ പല്ല് കുത്താൻ ഉപയോഗിക്കരുതെന്നാണ്. അതും പല്ല് കുത്താൻ ഉപയോഗിക്കരുത്. അങ്ങനെ പല്ല് കുത്താനും ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് പച്ചയായ ഈർപ്പമുള്ള സാധനം. അതുകൊണ്ടാണ് പഴയ കാലത്ത് നമ്മള് ഈ ഓലന്റെ ആ ഈർക്കിളിയാണ് പല്ല് കുത്താൻ വേണ്ടി ഉപയോഗിക്കുക. അങ്ങനെ ഒരു സ്വഭാവം തന്നെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഓല ഇങ്ങനെ താന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അതിന് ഒന്നും എടുക്കും, അതിന് എടുത്തിട്ട് ഒരു കൊള്ളിട്ട് കുത്തും. അങ്ങനെ സ്വഭാവം തന്നെ നമുക്ക് ഉണ്ടായിരുന്നു. അതിനിപ്പോ ഓലയില്ല, താന്ന് സ്ഥലവുമില്ല. അതൊക്കെ വരമ്പത്ത് കൂടെ പോകുമ്പോഴാണ് ആ രസം. വരമ്പത്ത് കൂടെ പോകുമ്പോ അങ്ങനെ ഓല ഇങ്ങനെ കിട്ടുന്നുണ്ടാവും. അപ്പൊ നയിമൊന്നും ഒരു കൊള്ളിയെടുക്കും. പാടില്ലാത്തതാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. അന്യ ഒരാളുടെ ഓലയിൽ നിന്ന് ഈർക്കളി എടുത്തതിന്റെ പേരിൽ 40 കൊല്ലമാണ് ഒരാളെ തടഞ്ഞു വെച്ചതെന്ന് ഹദീസിൽ കാണാം. 40 കൊല്ലം. അദ്ദേഹം 70 കൊല്ലം ഇബാദത്ത് ചെയ്ത വ്യക്തിയാണ്. 70 കൊല്ലം പകൽ ഒരു സമയം പോലും വിശ്രമിക്കാതെ നിന്ന് നിസ്കരിച്ച ആളാണ്. അതോടുകൂടി തന്നെ നോമ്പ് നോറ്റ ആളാണ്. അങ്ങനെ മുഴുവൻ സമയവും ആദ്യം കാഫിറായിരുന്നു, പിന്നെ മുഴുവൻ സമയവും ഇബാദത്തിലായി ചെലവഴിച്ച അദ്ദേഹത്തെ അള്ളാഹു തടഞ്ഞു വെച്ചത്. അദ്ദേഹം ഒരു ചുമട്ടു തൊഴിലാളിയായിരുന്നു. അങ്ങനെ ചുമട്ടു തൊഴിലാളിയായ അദ്ദേഹം ഒരു ദിവസം അദ്ദേഹം ടൗണിൽ നിന്ന് ഒരു ആള് വന്നിട്ട്, എൻ്റെ ഈ വിറക് നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കണം, എൻ്റെ ഈ വിറക് കെട്ട് നിങ്ങൾ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടുപോയി വെക്കണം എന്ന് പറഞ്ഞ് ഒരു വിറക് കെട്ട് അയാളെ ഏൽപ്പിച്ചു. ആ വിറക് കെട്ടിയിട്ട് അയാൾ പോകുമ്പോൾ അതിനൊരു ചെറിയ കൊള്ളിയെടുത്ത് പല്ല് കുത്താൻ വേണ്ടി ഒരു ചെറിയ കൊള്ളി എടുത്തു. ആ ഒരൊറ്റ കാരണത്താലാണ് 40 കൊല്ലം അദ്ദേഹത്തെ തടഞ്ഞു വെച്ചത്. 40 കൊല്ലം അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു, ആ ഒരൊറ്റ കൊള്ളി എടുത്തതിന്റെ പേര് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും.
അപ്പോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. കുട്ടികൾ അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികളെ നാം പറയേണ്ടതാണ്, മോനെ അത് ചെയ്യല്ല, മറ്റൊരുത്തൻ്റെ എടുക്കല്ല, അത് എടുക്കാൻ പാടില്ല. ഇനി മറ്റൊരുത്തൻ്റെ വല്ല മാങ്ങയോ മറ്റോ ഇങ്ങോട്ട് വീണിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടി പെറുക്കിയെടുത്തിട്ട് അങ്ങോട്ട് അവന്റെ പറമ്പ് ഇട്ട് കൊടുക്കണം. അത് നമുക്ക് എടുക്കാനൊന്നും പറ്റൂല. അങ്ങനെ ഒരാളുടെ മാങ്ങ നമ്മളെ പറമ്പക്ക് വീണാല് അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അതൊക്കെ ഒരു പണി തന്നെയാണ്. അതിന് പണി ഉണ്ടാവും, നമ്മൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ചക്ക വീണിട്ടുണ്ടാവും, ചക്ക വീണിട്ട് ആകെ അരപ്പായിട്ടുണ്ടാവും. ഇവിടെ അവിടുത്തെ ചക്ക ഇങ്ങോട്ട് വീണിട്ട് അത് എത്ര ആയിരുന്നാലും ആ കൊമ്പ് വെട്ടാൻ പറഞ്ഞ കൊമ്പ് വെട്ടൂല്ല, നമുക്ക് വെട്ടാൻ സമ്മതിക്കൂല്ല. അങ്ങനൊക്കെ തന്നെയാണ് അയൽവാസികളായിട്ട് ജീവിക്കല്. അങ്ങനൊക്കെ കൽപ്പിക്കപ്പെട്ടതാണ്. അയൽവാസികളെ എത്രമാത്രം സന്തോഷിപ്പിക്കാൻ കഴിയുമോ അത്രയും സന്തോഷിപ്പിക്കണം എന്ന് നമ്മളോട് അല്ല പറഞ്ഞതല്ലേ, പിന്നെ നമ്മളെന്താ കാട്ടുക? അന്ന് റസൂല് പറഞ്ഞതിന്റെ അപ്പുറം പറ്റുമോ? ഞാനൊക്കെ എത്ര സഹിക്കുന്നുണ്ടെന്ന് അറിയങ്ങള്. നമ്മളെ അയൽപക്കത്തുനിന്ന് ഒരു പിലാവിന്റെ കൊമ്പ് എങ്ങനെ വന്നിട്ടിപ്പോ ഞാനൊരു ഷീറ്റ് മേലിട്ടിട്ട് ആ ഷീറ്റ് വളഞ്ഞിപ്പോ ഈ ചെങ്ങായി ഇത് വെട്ടണ്ടേ, അതിമ കൂടെ എലി ഇങ്ങനെ വന്നുകാണ്ട് എല്ലാം നാശാക്കി. എലി ഇങ്ങനെ ഈ പിലാവിന്റെ മേലെ കൂടി എലി വരുന്നൊരു സ്വഭാവം. എന്താ ചെയ്യാ? എത്ര വട്ടം പറഞ്ഞു, എന്നിട്ട് അത് ഫോട്ടോ എടുത്ത് കണ്ട് അയച്ചു കൊടുത്തു, എന്നിട്ടും ചെയ്യണില്ല. എന്താ ചെയ്യാ? വളരെ സൂക്ഷിക്കാൻ. അന്ന് റസൂല് പറഞ്ഞാൽ പിന്നെ എന്താ കാട്ടുക? അവിടൊക്കെ ശ്രദ്ധിക്കേണ്ട അങ്ങനെയാണ്. അങ്ങനെയോട് ഇന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കണത്. സഫീബി റളിയല്ലാഹു തആല അൻഹ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ വേണ്ടി പോയി. ഹംസത്തുൽ ഖറാറിന് കാണാൻ, ഉഹദിലെ ഹംസത്തുൽ ഖറാർ എന്നവരുടെ ശരീരം ഛിന്നഭിന്നമാക്കപ്പെട്ടു, കഴുത്തറുത്തു. അതോടുകൂടെ തന്നെ നെഞ്ചി പിളർത്തിയിട്ട് കരലെടുത്ത് തുപ്പിക്കളഞ്ഞു. അങ്ങനെ ഛിന്നഭിന്നമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ നിങ്ങളിപ്പോ തൃശ്ശൂരത്തെ വിഷയങ്ങളൊക്കെ കണ്ടില്ല, ഛിന്നഭിന്നമായി കിടക്കുന്ന രംഗമൊക്കെ നിങ്ങൾ കണ്ടില്ല, തൃശ്ശൂരത്തെ രംഗമൊക്കെ നിങ്ങൾ കണ്ടില്ല. അതിനേക്കാളും അപ്പുറമായിരുന്നു രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോ തമിഴ്നാട്ടില്. ആ സ്ഥലത്തിന്റെ പേരൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. ശ്രീപെരുമ്പുത്തൂർ. ശ്രീപെരുമ്പുത്തൂർ അടാ. അപ്പൊ അന്നൊക്കെ അതൊക്കെ നല്ല കാണാതെ പഠിച്ചു, അങ്ങനെ പേപ്പറൊക്കെ വായിച്ച് ഒക്കെ എങ്ങനെ ഒക്കെ മനസ്സിലാക്കും കേട്ടാ. അപ്പോ അവിടെ രാജീവ് ഗാന്ധിയുടെ കാല് അവിടെ കിടക്കുന്നു, ഇതോടെ കിടക്കുന്നത്. ഇപ്പോഴും എന്റെ കണ്ണിൽ ഇങ്ങനെ കാണുകയാണ്. അദ്ദേഹം ആ ഷൂസും ഷോക്സൊക്കെ ഇട്ട കാലിന്റെ ഒരു കഷ്ണം അവിടെ കിടക്കുന്നത്, ഇവിടെ കിടക്കുന്നതൊക്കെ പത്രത്തിൽ നമ്മൾ കണ്ടതാണ്. ഇതാണ് ഛിന്ന ഭിന്നമാകുന്ന രൂപം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എന്താണ് സംഭവിക്കുക എന്നൊന്നും അറിഞ്ഞുകൂടാ. ഇന്നലെ നമ്മളെ ഒരു സുഹൃത്ത്, അദ്ദേഹം മിനിഞ്ഞാന്ന് ഏകദേശം മഗ്‌രിബോട് അടുത്ത സമയത്ത് അവിടെ എജു പാർക്കിൽ നിന്നിട്ട് ഒരു ബൈക്കിന്റെ പുറകിൽ കയറിയിട്ട് ഒരു ദർസിൽ പങ്കെടുക്കാൻ വേണ്ടി വരിക. തൊഹ്ഫ ദർസിൽ പങ്കെടുക്കാൻ വേണ്ടി, അബ്ദുൽ തൊഹ്ഫ ദർസിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു കിതാബ് ചൊല്ലിക്കൊടുത്ത് ഈ കിതാബിൽ പങ്കെടുക്കാൻ വേണ്ടി ബൈക്കുമ്പോൾ വരുമ്പോ ബൈക്ക് പോസ്റ്റിലിടിച്ച് ഇദ്ദേഹം തെറിച്ചു വീണു. അദ്ദേഹത്തിന്റെ തലൊക്കെ പൊട്ടി, അദ്ദേഹം മരണപ്പെട്ടു പോയി. ഇന്നലെ അസറിന്റെ ശേഷം 3 മണിക്ക് 4:00-ക്കും 5:00-ക്കൊക്കെ ജനാസ ഞാൻ പോയിരുന്നു. 41 വയസ്സായിട്ടുള്ളൂ. പലപ്പോഴും ഞങ്ങൾ ബന്ധപ്പെടുന്നു, അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. 4 ചെറിയ മക്കളാണ് ഉള്ളത്. അപ്പൊ പെരകൂടി ഇരുന്നിട്ട് 2 മാസമായിട്ടുള്ളൂ പെരകൂടി ഇരുന്നിട്ട്. അള്ളാഹുവിന്റെ തീരുമാനങ്ങളൊന്നും പറയാൻ കഴിയില്ല, എപ്പോഴാണ് എന്താണ് എന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോ ഒരുപാട് കാര്യങ്ങൾ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഞാനും നിങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. അതിനൊക്കെ അള്ളാഹിനോട് ദ്വാരക്കുക. ഓരോ ദിവസവും പടച്ചോനെ എൻ്റെ മക്കൾക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്, ഓനെ ബുദ്ധിമുട്ടിക്കരുതേ അള്ളാഹ്, ഞാൻ പ്രായമായാൽ എനിക്ക് നല്ലതൊക്കെ ചെയ്യാൻ ഒരിക്കലും തൗഫീഖ് നൽകണേ അള്ളാഹ് എന്നൊരു ദുആ അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതെപ്പോ ദ്വാരക്കണം എന്ന് ഞാനതിപ്പോ അതിലൊക്കെ എപ്പോഴും പറയാറുണ്ട്. അത് ദ്വാരക്കേണ്ട സമയം സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചിട്ടാണ്. സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചിട്ട് ആ കടത്തത്തിൽ കിടന്നിട്ടോ അല്ലെങ്കിൽ അതിന് ശേഷമോ ആണ് അത് ദ്വാരക്കേണ്ടത്. അല്ലാഹുമ്മ ബാരിക് ഫീ ഔലാദി വലാ തദുർറഹും വഫ്ഖ്ഹും ലിതഅതിക വർസുഖ്നി ബിർറഹം. കുറച്ചോനെ എൻ്റെ മക്കൾക്കൊക്കെ ബർക്കത്ത് ചെയ്യണേ, അവരെ ബുദ്ധിമുട്ടിക്കല്ല, എങ്ങനെ അപകടത്തിലൊന്നും ഓലപ്പെടുത്തല്ല, അവരെ ബുദ്ധിമുട്ടിക്കല്ല, അവരെ വിഷമിപ്പിക്കല്ല അള്ളാഹ്. അതേപോലെ തന്നെ ഓൽക്കൊക്കെ നല്ലതൊക്കെ ചെയ്യാനും ഇബാദത്തൊക്കെ ചെയ്യാനും അവർക്ക് തൗഫീഖ് കൊടുക്കണേ അള്ളാഹ്. ഞാൻ പ്രായമായാൽ എന്നെ നോക്കാനും മറ്റൊക്കെ അവർക്ക് അവസരം നൽകണേ അള്ളാഹ് എന്നുള്ളൊരു ദുആ. അത് മക്കൾക്ക് വേണ്ടി ദ്വാരക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിനൂരി വജ്ഹിക അല്ലദീ അശ്റഖത് ലഹു അസ്സമാവാതു വൽ അർദു അൻ തജഅലനി ഫീ ഹിഫ്ദിക വഹിർസിക വജിവാരിക വതഹ്ത കനഫിക. ഇതൊക്കെ നമ്മോട് ദ്വാരക്കാൻ പറഞ്ഞതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹു ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബിനൂരി വജ്ഹിക, നിന്റെ
മുഖദ്ദസായ ആ ദാത്തിന്റെ പ്രകാശം മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ്, എന്ത് ജാലിനി റബ്ബേ, എന്നെ നീ ആക്കണം, ഫി ഹിഫ്ദിക, നിന്റെ സംരക്ഷണത്തിലാക്കണം, വഹിരിസിക, നിന്റെ നോട്ടത്തിലും സംരക്ഷണത്തിലുമാക്കണം, വജിവാരിക, നിന്റെ കൂടെ തന്നെ ആക്കണം, വതഹ്ത കനഫിക, നിന്റെ ഉത്തരവാദിത്തത്തിലാക്കണം എന്ന് 4 കലിമത്തുകൾ അടങ്ങിയ ദുആ 3 വട്ടം ചെയ്യാൻ. അതിൽ നമ്മളെ ബന്ധപ്പെട്ട അല്ലാഹുമ്മ ജഅൽനി വമൻ അഹാതത ബിഹി ശഫഖത്തു ഖൽബി, പടച്ചോനെ എന്നെ, എൻ്റെ ഭാര്യനെ, എൻ്റെ മക്കളെ, എൻ്റെ പേരക്കുട്ടികളെ, മരുമക്കളെ, എന്നോട് ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും എന്റെ സംരക്ഷണത്തിലാക്കണേ അല്ലാ, എല്ലാ വിഷമങ്ങളും തൊട്ട് രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് രാവിലെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ദ്വാരക്കുന്ന ആൾക്കാരാണ് സലഫുസാലിഹികൾ. എന്നാൽ നല്ല വാപ്പുണ്ടാവുമ്പോ, നല്ല വല്യാപ്പുണ്ടാവുമ്പോ ആ കുട്ടികൾക്ക് അത് വലിയൊരു പ്രതിരോധം. ഒരിങ്ങനെ ദ്വാരക്കും, ഒരു രാവിലെ ഇങ്ങനെ ദ്വാരക്കുന്നുണ്ടാവും, ഒരു തഹജ്ജുദ് ദ്വാരക്കുണ്ടാവും. അതിന് നല്ല അയൽവാസിയാണെങ്കിൽ ആ അയൽവാസിക്കും ദ്വാരക്കും, എല്ലാവർക്കും ദ്വാരക്കും. നല്ലൊരു അയൽവാസിന് കിട്ടുക എന്ന് പറഞ്ഞാല് അത് സ്വർഗത്തിൽ കടന്നമായിരിക്കും. അത് വല്ലാത്തൊരു അനുഗ്രഹമാണ്, നല്ലൊരു അയൽവാസിയെ കിട്ടുക എന്ന് പറഞ്ഞാൽ. അത് വളരെ അപൂർവമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും അങ്ങനെ വിചാരിക്കുന്നു വേണ്ട, പറയാനും നല്ല ചുരുക്കുള്ള വാക്കാണ്. അത് നല്ലൊരു അയൽപക്കത്തുള്ള നല്ലൊരു സാധനത്തിന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ നേട്ടമാണ്. അത് നമുക്ക് എല്ലാവർക്കും അതാണ്. അവിടെ ക്ഷമിക്കേണ്ടി വരും. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു, സഫിയ ബീവി റളിയല്ലാഹു തആല ഇങ്ങനെ കിടക്കുന്ന ഹംസ റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടി പോവാ. അപ്പൊ ചിന്ന ഭിന്നമായി കിടക്കാണ്. റസൂലുള്ളാഹി പറഞ്ഞിരുന്നു, ഹംസ റളിയല്ലാഹു അൻഹു ആർക്കും ഖുറൈശി പെണ്ണുങ്ങൾക്കൊന്നും കാണിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞു. ഖുറൈശി പെണ്ണുങ്ങൾക്കൊന്നും കാണിച്ചു കൊടുക്കരുത്. കാരണം ഖുറൈശി പെണ്ണുങ്ങൾ കണ്ടാൽ, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയാണ് സഫിയ ബീവി, ഖുറൈശി പെണ്ണുങ്ങൾ കണ്ടാൽ പിന്നെ അവർക്ക് ചിലപ്പം ബോധം കെട്ടുമ്പോഴും ഒരു ചിലപ്പം മരിച്ചു. അത്രക്കും ദയനീയമായ രംഗാണ്. അതുകൊണ്ട് കാണിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ സഫിയ ബീവി അന്ന് കാണാൻ വേണ്ടി പോകുമ്പോ എല്ലാരും പറഞ്ഞു, ഇമ്മയോട് പോകല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ പോണ പാട്ടി പോകും, ഞാൻ പോകും. സഫിയ ബീവി ഭയങ്കര ധൈര്യമുള്ള വന്നു, ഭയങ്കര ധൈര്യം, ആരും വില വെക്കൂല, അങ്ങനത്തെ ഒരു ഉമ്മയാണ്. അവസാനം മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ വന്നിട്ട് പറഞ്ഞു, ഇമ്മയോട് പോകല്ലേ, ഇജ്ജോട് മാറിക്കുക, ഇജാരപ്പ എന്നോട് പറയാൻ, അങ്ങനെ പറയുന്ന ആളാണ്. ആരപ്പ ജിന്നോട് പറയാൻ, ഇജ്ജോട് മാറിക്കുക, ഞാൻ പോകും, എനിക്കിൻ്റെ ആങ്ങളെ കാണണം, ഞാൻ പോകുന്നത്. ഒരു അടിയിൽ മുന്നോട്ട് വെച്ചപ്പോ അബ്ദുല്ലാഹി പേര് പറഞ്ഞ ഉമ്മ റസൂലുള്ള പറഞ്ഞാണ്ട് പോകരുത്, അപ്പടന്നു. അതാണ് മുഅ്മിൻ, അപ്പടന്നു. അങ്ങനെ പറഞ്ഞു. ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. നമ്മളോട് അങ്ങനെ കൽപ്പിക്കപ്പെട്ടുകളാണ്. ഓൻ അങ്ങനെ ചെയ്താലും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളോട് അങ്ങനെ കൽപ്പിക്കപ്പെട്ടുകളത്. ഇവിടെ നിന്നോളണം, അവിടെ അത് സ്റ്റോപ്പാണ്, അവിടെ നിന്നോളണം. ഓൻ എന്തൊക്കെ ഇടങ്ങേറുണ്ടാക്കുന്നുണ്ട്. ഓന്റെ മരം എത്ര ആയിപ്പോ ഇങ്ങോട്ട് വന്നിട്ട് എല്ലാ ദിവസവും ആ മാങ്ങക്ക് ഇങ്ങോട്ട് വിൽക്കലല്ലേ. ഓനക്ക് ആ കൊമ്പ് വെട്ടിക്കൂടെ? ഓൻ ചിലപ്പം കൊമ്പ് വെട്ടാൻ വേണ്ടി ആളെ അന്വേഷിച്ചിട്ട് 2 മാസം നടന്നിട്ടുണ്ടാവും, കിട്ടിയിട്ടുണ്ടാവില്ല, ആളെ കിട്ടിയിട്ടുണ്ടാവില്ല. അത് വേറെ കാര്യം. ആളെ കിട്ടട്ടെ, കൊമ്പ് വെട്ടാൻ ആളെ കിട്ടട്ടെ. ഇവരെ എത്ര ആയിപ്പോ ഓനോട് പറഞ്ഞിട്ട് ഇതൊരു ശല്യം, വല്ലാത്തൊരു ശല്യം തന്നെ, അങ്ങനത്തെ ഒരു അയൽവാസി. അതൊന്നും പറയാൻ പാടില്ല. തമാശയെ കൂടെ നിങ്ങൾക്ക് പറയാം എന്നല്ലാതെ അത്രക്ക് ബഹുമാനിക്കണം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൊക്കെ വലിയ ആപത്തുകളെ തട്ടിമാറ്റും, വലിയ മുസീബത്തുകളെ തട്ടിമാറ്റും, വലിയ ബർക്കത്ത് അല്ലാഹു നമുക്കും കുടുംബത്തിനൊക്കെ തരും. അന്ന് റസൂൽ പറഞ്ഞത് കേട്ടാൽ അത് കേൾക്കൽ വലിയ പണി. അത് കേൾക്കേണ്ട കബർക്ക് പോയാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. സ്വർഗത്തിൽ കിടന്നാൽ പിന്നെ ഒരു പ്രശ്നമില്ല. ദുനിയാവിലാവുമ്പോൾ അതൊക്കെ വേണ്ടി വരും. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടി വരും, വളരെയധികം സഹിക്കേണ്ടി വരും. അങ്ങനെയാണ് നമ്മുടെ ജീറാനെ പറ്റി, ഹുഖൂഖുൽ ജീറാൻ എന്ന് പറഞ്ഞിട്ട് എത്രയോ പറഞ്ഞിരുന്ന ഒരു അയൽവാസികളോടുള്ള കടപ്പാട്, അവരോടുള്ള കടപ്പാട് എന്ന് പറഞ്ഞ് ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് പലപ്പോഴും എനിക്ക് തന്നെ അനുഭവമാണ്. ഇതിങ്ങനെ വരുമ്പോ അവിടെ സ്റ്റോപ്പ് ആകേണ്ടി വരും. നമ്മോടിപ്പോ അങ്ങനല്ലേ പറഞ്ഞത്, നമ്മോടിപ്പോ അങ്ങനല്ലേ കൽപ്പിച്ചിരിക്കുന്നത്. ഒരു കൊല്ലായി ഞാൻ പറയപ്പോ, ഒരു കൊല്ലായി എൻ്റെ വീടിനോട് ചാരിയിട്ട് ഒരു മതില് തൊട്ട അയൽപക്കത്തല്ല. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, അവിടെ കല്യാണത്തിന് അവിടെയാണ് പന്തലൊക്കെ അവിടെ. അപ്പൊ അവരുടേതാണ് മതില്. ആ മതില് വീട്ടിൽ പെണ്ണുങ്ങൾ അരക്കിന്റെ കല്ലിന്റെ അവിടേക്ക് ഇങ്ങോട്ട് പൊളിഞ്ഞാടാനായിട്ട് ഒരു കൊല്ലായി. ഏത് അവസരത്തിലും പൊളിഞ്ഞാടും. ഒരു കാറ്റിന്റെ അടിച്ച പൊളിഞ്ഞാടും. ആ പൊളിഞ്ഞാടാനുള്ള കാരണം തൊട്ടടുത്തൊരു പ്ലാവുണ്ട്. ആ പ്ലാവിന്റെ വേരിങ്ങോട്ട് വന്നിട്ടാണ് ഇത് പൊളിഞ്ഞാടുന്നത്. അതിന് എത്രയോ വട്ടം പറഞ്ഞിട്ടും അത് ശരിയാക്കണില്ല. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ ഈ പ്ലാവിന് വില കിട്ടുന്നില്ല. ഓനക്ക് ആ പ്ലാവിന്റെ ഉടമസ്ഥന്
അതിനൊരു വില കിട്ടിയാൽ കൊടുക്കാന്നുണ്ട്. ഞാനത് വില കിട്ടാതെ എങ്ങനെയാണ് കൊടുക്കുക? ഇത് കുറച്ചും കൂടി 2 കൊല്ലം കൂടി ആ കുറച്ചും കൂടി തടിക്കും. അപ്പൊ 2 കൊല്ലം കൂടി ആ പ്ലാവ് തടിക്കുമ്പോഴത്തേനും മതിലും പൊളിച്ച് നമ്മളെ വേഗത്തേക്ക് പോകും. അത് അങ്ങനെ പറഞ്ഞിട്ടൊന്നും കേട്ടില്ല. അവസാനം ഇപ്പൊ ഒരു ചെറിയൊരു വർക്ക് നടത്തിയപ്പോ ഞാൻ മോനോട് മുഹമ്മദിനോട് പറഞ്ഞു, അവനോടൊന്ന് പറഞ്ഞു നോക്കി, നമ്മൾ പൊളിക്കാം, അത് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ സമ്മതിച്ചു. ഞങ്ങൾ പൊളിക്കാതെ സമ്മതിച്ച് പൊളിച്ചിട്ട് ഉടനെ ഞാൻ അവിടെ സീറ്റിട്ടു. വലിയ പൈസ ചെലവായിപ്പോ അതൊക്കെ ചെയ്യാൻ. പക്ഷെ എന്താ ചെയ്യാ, ഓനോട് യാതൊരു കുഴപ്പമില്ല, ഒന്നുമില്ല. വളരെ സന്തോഷം, വളരെ ഇതൊക്കെ തന്നെ. അങ്ങനെ ആയിട്ട് അത് സീറ്റിടാൻ ഞാൻ അപ്പുറത്ത് ഇവിടെ തിരുമ്പാൻ കഴിയില്ല. അപ്പുറത്തുനിന്ന് ഏത് പെണ്ണുങ്ങളോ ആളുകളൊക്കെ കാണും. അപ്പൊ അതിനൊക്കെ ക്ഷമിക്കേണ്ടി വരും. അപ്പൊ പറഞ്ഞു വരുന്നത് അവിടെയൊക്കെ മനസ്സിന് വരികയാണ്, ഇങ്ങനെയല്ല നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയുള്ള ദീൻ അങ്ങനെയുള്ള പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയല്ല കൽപ്പിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സഫിയ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്നു. എന്നിട്ട് സഫിയ ബീവി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, എനിക്കൊന്ന് കണ്ടൂടെ ചോദിച്ചു. എനിക്കെന്റെ ഹംദനൊന്ന് കണ്ടൂടെ, അങ്ങനെ ചോദിച്ചു. എനിക്കെന്റെ ഹംദനൊന്ന് കണ്ടൂടെ? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, സഫിയ അമ്മായി പോയിക്കോട്ടെ. അമ്മായി അല്ല റസൂലുള്ളാഹിന്റെ അമ്മായി ഒന്ന് പോയി കണ്ടോട്ടെ. കണ്ടു, കരഞ്ഞു, അവിടെ നിന്ന് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആണുങ്ങൾ എങ്ങനെ മരിക്കേണ്ടത്, ആൺകുട്ടികൾ ഇങ്ങനെ മരിക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് പാഠങ്ങൾ. അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ മരിക്കേണ്ടത്. നമ്മള് സഹിക്കേണ്ട ആൾക്കാരാണ്, നമ്മൾ ധീരന്മാരായി മരിക്കേണ്ട ആൾക്കാരാണ്. അതാണ് നമ്മൾക്കൊക്കെ ഉള്ള പാഠം. ഇപ്പൊ എവിടെയായിരുന്നാലും ദീൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, ഇസ്ലാം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല, അവിടെ നിന്നോളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുന്നത്താക്കി കൊടുത്ത കാര്യമാണ് മിസ്വാക്ക്. അതാണ് ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ കാര്യമായി പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് വന്ന ഒരു കാര്യം ഒന്നാണ്. അതോടുകൂടെ തന്നെ വായ, പ്രത്യേകിച്ച് പകർച്ചയൊന്നും നാറ്റങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ സമയം അടച്ചു വെച്ചിട്ട് തകരാറുകളൊന്നും വരാത്ത സമയത്ത് മിസ്വാക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം മിസ്വാക്ക് ചെയ്ത ആ തുപ്പുനീര് വിഴുങ്ങലും സുന്നത്താണ്. വായ പകർച്ചയായി വായ നാറ്റൊക്കെ ഉള്ള സമയത്തല്ല, അതല്ലാത്ത സമയത്ത് മിസ്വാക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം മിസ്വാക്ക് ചെയ്ത ആ തുപ്പുനീര് അത് വിഴുങ്ങൽ സുന്നത്താണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടെ തന്നെ വലത്തേ കൈ കൊണ്ട് മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണെന്നും മഹാന്മാരായ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. മിസ്വാക്ക് ചെയ്യുന്നതിന് മുമ്പ് പല്ലിന്റെ ഇടയിൽ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ കുത്തിയെടുക്കലും സുന്നത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിന് ഇരുമ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കരുത്. ഈർപ്പമുള്ളതാണ് എപ്പോഴും ഉപയോഗിക്കേണ്ടത്, ഈർപ്പമുള്ളതാണ് അതിന് ഉപയോഗിക്കേണ്ടത്. ഇരുമ്പ് പോലത്തുകൊണ്ട് പല്ലുകുത്തൽ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾപ്പെട്ടതാണത്, ഇരുമ്പ് പോലത്തുകൊണ്ട് പല്ലുകുത്തല് എന്ന് മഹാന്മാരായ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തുകളൊക്കെ എടുക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ തേമം ചെയ്യുമ്പോഴും അതിന്റെ മുമ്പും മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. ചില ആൾക്കാർ അങ്ങനെ തോന്നി ഉളുവിന് മാത്രമാണ് മിസ്വാക്ക് ചെയ്യൽ സുന്നത്ത്. അല്ല, സിവാക്കുലി തയമ്മുമി, തേമത്തിൽ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. ഒലിൽ ഒസിലി, കുളിക്കാനും തേമം ചെയ്യൽ സുന്നത്താണ്. അപ്പൊ ഒരാള് കുളിക്കുന്നതിന്റെ മുമ്പ് കുളിയുടെ സുന്നത്തായ ഉളു എടുത്തു. കുളിക്കുന്നതിന്റെ മുമ്പ് കുളിന്റെ സുന്നത്തായ ഉളുടുക്കൽ സുന്നത്താണ്. കുളിക്കുന്നതിന് മുമ്പ് കുളിക്ക് വേണ്ടി ഉളുടുക്കലുണ്ട്. ആ ഉളുടുക്കുന്ന അവസരത്തിൽ മിസ്വാക്ക് ചെയ്താലും പിന്നീട് കുളിക്കുമ്പോഴും മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട്. കുളിക്കും തേമത്തിനൊക്കെ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. ഇങ്ങനെ പ്രത്യേകിച്ച് കാര്യമായ ജോലികളൊന്നും ഇല്ലാത്ത വീട്ടിൽ വിശ്രമിക്കുന്ന ആളുകൾ ഈ സുന്നത്തുകളൊക്കെ എടുക്കണം. ഇന്നലെ ഇപ്പൊ ഞാൻ ഒരാളെ കണ്ട് സംസാരിച്ചപ്പോ പറഞ്ഞു, അയാളിനോട് പറഞ്ഞു, ഞാൻ മഗ്‌രിബിന്റെ ശേഷം ഇദാവക്കായത്തി ഓതും, യാസീൻ ഓതും. ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്നാലിപ്പോ ആ സബ്ഉൽ മുൻജിയാത്താണ് ഓതിക്കൂടെ? അപ്പൊ ഏതാണ് ഉസ്താദെ സബ്ഉൽ മുൻജിയാത്ത് എന്ന് പറഞ്ഞു. സബ്ഉൽ മുൻജിയാത്ത് സൂറത്ത് യാസീൻ, സൂറത്തുൽ ഹശർ, സൂറത്ത് ഫുസ്സിലത്ത്, അതേപോലെ തന്നെ സജദ, അതേപോലെ തന്നെ സൂറത്തുൽ ദുഖാൻ, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, ഇങ്ങനെ 7 സൂറത്താണ്. അതൊരു അരമണി 10-20 മിനിറ്റ് കൊണ്ട് അതൊക്കെ ഓതി തീർക്കാൻ സാധിക്കും. മഗ്‌രിബിന്റെ ശേഷം യാസീൻ സ്ഥിരമായി ഓതിയാൽ എല്ലാ രാത്രിയിലും യാസീൻ ഓതുന്ന പതിവ് സലഫു സാലിഹ്യങ്ങൾക്കൊക്കെ ഉള്ളതാണ്. എല്ലാ രാത്രിയിലും യാസീൻ ഓതുന്ന പതിവ്. അതോടുകൂടെ തന്നെ സബഉൽ മുൻജിയാത്ത് ഈ 7 സൂറത്ത് കൂടി ഓതിയാൽ
അത് വളരെ ഹൈറുള്ളതാണ്. സൽഫു സാലിഹ്യങ്ങളൊക്കെ പതിവാക്കിയിരുന്നതാണ്. നമുക്കതിനൊക്കെ സമയമുണ്ടല്ലോ, കാര്യമായ പണിയൊന്നുമില്ലല്ലോ. പിന്നെന്താ, ഇതിനൊക്കെ ഒന്ന് സമയം കണ്ടെത്തിയാൽ, ഇതിനൊക്കെ ഒരു അവസരം കണ്ടെത്തിയാൽ പിന്നെന്താ, അങ്ങനെ ക്രമീകരിച്ചുകൂടെ? വളരെ അത്യാവശ്യത്തിന് മാത്രം മഗ്‌രിബിന്റെ ശേഷം പുറത്തിറങ്ങിയാൽ മതിയല്ലോ. ബാക്കി സമയത്ത് ഇങ്ങനെയുള്ള ഔറാദുകളും ദിക്റൊക്കെ ചൊല്ലിയിട്ട് ആഖിറത്തിലേക്ക് വേണ്ടി അധ്വാനിച്ചുകൂടെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, ആയിക്കോട്ടെ ഉസ്താദേ, ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് സ്വാലിഹായ അമലുകളൊക്കെ ചെയ്യാൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് ചായം പരിഹാരം നൽകുന്നത് നമ്മുടെ അദ്ദുപ്പയാണ്. അദ്ദേഹത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ അടക്കമുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബംഗാളിലൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് വലിയ പേടി സൃഷ്ടിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി വേണ്ടതൊക്കെ ചെയ്യുകയും ആ രൂപത്തിലുള്ള ഒരവസ്ഥയാണ് ബംഗാളിലൊക്കെ കാണുന്നത്. 90 ലക്ഷത്തോളം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താണ്. അതിൽ നല്ലൊരു ശതമാനം മുസ്ലിമീങ്ങളാണ്. എന്താണ് അവിടെ സംഭവിക്കുക എന്ന് അറിഞ്ഞുകൂടാ. റഹ്മാനായ റബ്ബ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ മുസ്ലിമീങ്ങളെ സഹായിക്കുന്നവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രാജ്യത്തിന്റെ അവസ്ഥ ഓരോ ദിവസവും വലിയ പ്രയാസത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ജല്ലജലാലുവായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ സഹായിക്കുന്നവരുടെ കയ്യിലേക്ക് എല്ലാ സംസ്ഥാനത്തിന്റെയും ഭരണങ്ങൾ അള്ളാഹു കൊടുത്ത് നമുക്ക് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും ഖിയാമത്ത് നാൾ വരെ ഇവിടെ ജീവിക്കുന്ന നമ്മുടെ പേരമക്കളടക്കമുള്ള എല്ലാ ആളുകൾക്കും അള്ളാഹു ഇസ്സത്തോടെ ശരീഅത്തുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ എല്ലാ സൗകര്യങ്ങളും അള്ളാഹു നമുക്ക് ഒരുക്കി തരുമാറാകട്ടെ. പശ്ചിമേഷ്യയിലുള്ള എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ച് നമുക്ക് മുസ്ലിം സമൂഹത്തിന് അള്ളാഹു റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ എല്ലാ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ മക്കളെയും ശിഷ്യന്മാരെയും പേരമക്കളെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.